കേരളത്തിൽ നിന്നും വാരണാസിയിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോയാലോ? നമ്മുടെ കേരളത്തിൽ നിന്നും വാരണാസിയിലേക്ക് നേരിട്ട് ഒരു ട്രെയിൻ മാത്രമേ പോകുന്നുള്ളൂ. അത് എറണാകുളത്ത് നിന്ന് പട്നയിലേക്ക് പോകുന്ന വീക്ക്ലി എക്സ്പ്രസ് ആണ്. ആ ട്രെയിനിൽ ഞങ്ങൾ 2 വർഷം മുന്നേ വാരണാസിയിലേക്ക് പോയതാണ്. മറ്റൊരു ട്രെയിൻ കൂടിയുണ്ട്, പക്ഷെ ആ ട്രെയിൻ പുറപ്പെടുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തെക്കൻ കേരളത്തിലുള്ളവർക്ക് വളരെ ഉപകാരമാണ് ഈ ഒരു ട്രെയിൻ. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ വ്യാഴാഴ്ചയും രാത്രി 8:30 ബനാറസിലേക്ക് പോകുന്ന കാശി തമിഴ് സംഗമ എക്സ്പ്രസിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ട് മുന്നിലാണ്. വലിയൊരു യാത്രയാണല്ലോ, ഇവിടുന്ന് തന്നെ ആരംഭിക്കാമെന്ന് കരുതി. ക്ഷേത്രക്കുളമാണ് ഇതാ ഈ ഭാഗത്തായി കാണുന്നത്. ഇവിടെ രാവിലെ ഇതാ ഒരുപാട് മീനുകളൊക്കെ കാണാം. തിരുവനന്തപുരത്ത് ഇപ്പോൾ വിന്റേജ് ബസ്സൊക്കെ ഉണ്ട് കേട്ടാ. പേരൂർക്കട ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണിത്. ഇവിടെ ഇപ്പൊ രാവിലെ തന്നെ ശക്തമായ ചൂടാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഈ ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇവിടെ ഇപ്പൊ ശക്തമായ വെയിലാണെന്ന് പറഞ്ഞല്ലോ. ഫോണിന്റെ ക്യാമറയിലേക്ക് പോലും നോക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ ഒരു അവസ്ഥയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ എന്തായിരിക്കും അവസ്ഥ? ചുട്ടു പൊള്ളുന്നുണ്ടാവും എന്തായാലും. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ കന്യാകുമാരിയിലേക്ക് പോവാണേ. ഒരുപാട് സമയമുണ്ട് നമുക്ക് ഇനി കന്യാകുമാരിയിൽ എത്തിയാലും. ബംഗളൂരു കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. നല്ല തിരക്കുണ്ടെന്ന്. ഞങ്ങൾ അണ്ടർസോളിലാണ് പോകുന്നത് കന്യാകുമാരിയിലേക്ക്. ഒരുപാട് പേര് വിവേക് എക്സ്പ്രസിന് കയറാൻ വേണ്ടി കന്യാകുമാരിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ അവസാന റെയിൽവേ സ്റ്റേഷനായ കന്യാകുമാരിയിലേക്ക് ഇതാ എത്തുകയാണ്. 3 മണിയായി ഇപ്പോൾ. സ്റ്റേഷന്റെ കോഡ് CAPE എന്നാണ്. നമ്മൾ വന്ന ഐലൻഡ് എക്സ്പ്രസ് അവിടെ ഉണ്ട്. ഞങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തു. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു ക്യൂ ഇല്ലേ, ഇതേ ഈ ട്രെയിനിൽ പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ദൂരത്തിലോടുന്ന ട്രെയിനാണിത്. ഈ കന്യാകുമാരിയിൽ ഞങ്ങൾ ഇത്രയും തിരക്ക് കണ്ടില്ല കേട്ടോ. അയ്യോ എന്റെ പൊന്ന്, അണ്ടർസേർഡിലേക്ക് ഇവിടുന്ന് ഒരുപാട് പേര് ചാടി കയറുന്നൊക്കെ ഉണ്ട്. ഇവിടെ അണ്ടർസേർഡ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യൂ രീതിയിൽ അതിന്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പറ്റുള്ളൂ. ശരിക്കും ഇത് ഇവിടെ തന്നെ ഫുള്ളായി ഈ വണ്ടി. നമ്മുടെ ഈ ഭാഗത്ത് കാണുന്ന വണ്ടിയില്ലേ, ഇത് കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസ് ആണ്. ഇന്ന് രാത്രിക്കാണ് ഈ വണ്ടി ഇവിടുന്ന് പുറപ്പെടുക. വിവേക് എക്സ്പ്രസിന്റെ അണ്ടർസേർഡില് കന്യാകുമാരിയിൽ നിന്ന് കയറാനുള്ള ആൾക്കാരുടെ തിരക്കൊന്ന് നിങ്ങൾ വന്ന് നോക്കിക്കേ. ഇതാ ഈ കയറുന്നവർക്ക് ഇപ്പൊ സീറ്റ് കിട്ടും. വണ്ടി മൂവിങ് ആണ്. എങ്ങാനും കാലായിട്ട് സ്ലിപ്പായ നേരെ ട്രാക്കിലേക്കാണ് പോവുക. ഓരോരുത്തരും യാത്ര ചെയ്യാൻ എടുക്കുന്ന കഷ്ടപ്പാടല്ലേ. ശരിക്കും പറഞ്ഞാൽ പൈസയൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു കാഴ്ചയാണിത് നമുക്ക് ശരിക്കും കാണിച്ചു തരുന്നത്. എന്തോരം കഷ്ടപ്പാടുകളാണ്. ഇനി എത്ര ദിവസം ഇതിൽ യാത്ര ചെയ്യണം? ഇതാ ജനലിലേക്കൂടെയൊക്കെയാണ് ഇതാ കയറുന്നത്. ഇവിടുത്തെ ഡോറുകൾ ഓപ്പൺ ആയിട്ടില്ല, അതാണ് ഇതുവഴി വലിഞ്ഞു കയറുന്നത്. ഇനിയിപ്പോ ഈ വണ്ടി എറണാകുളമൊക്കെ എത്തുമ്പോ എന്തായിരിക്കും തിരക്ക്? ഇവിടെ കൂകലും വിളിയാണ്. അത് പറഞ്ഞു. ആകെയുള്ള പ്രശ്നം ഇങ്ങനെ കൂകയാണ് എല്ലാവരും. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയ നിലവിൽ ഇപ്പൊ ഇവിടെ നവീകരണമാണ്. സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇതാ അവിടെയാണ്. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് നിന്ന് നടന്നിപ്പോൾ സമുദ്രങ്ങൾ സംഗമിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയേ. ഇവിടുന്ന് നോക്കിയാൽ തന്നെ തിരുവള്ളുവർ സ്റ്റാച്ചുവും വിവേകാനന്ദ പാറയും കാണാം. അതിനോട് ചേർന്ന് തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് കാണാം. ഇവിടെ നിന്നാണ് സൺറൈസ് നമുക്ക് നല്ല രീതിയിൽ കാണാനായി സാധിക്കുക. ഈ ഭാഗത്തേക്കാണ് സൺസെറ്റ് കാണാനായി സാധിക്കുന്ന ഒരു സ്ഥലം. ഇന്ന്
എന്തായാലും വ്യക്തമല്ല, കാരണം മൊത്തത്തിൽ മേഘം കൊണ്ട് മൂടിയിരിക്കുക. അങ്ങനെ അവിടെ നിന്നൊക്കെ നടന്ന് വീണ്ടും ഇതാ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലേക്ക് തന്നെ എത്തി. ജസ്റ്റ് ഒന്ന് നടക്കുമ്പോൾ തന്നെ നല്ല ടയർഡായല്ലേ നവി? ഒന്നും പറയണ്ടേ, ഇനിയിപ്പോ സന്ധ്യയായില്ലേ, അതിന്റെ ഒരു ആശ്വാസം എന്ന് പറയാം. പിന്നെ ഇന്ന് നമ്മൾ പോകുന്ന വാരണാസി പോകുന്ന ട്രെയിനിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിൽ കയറാൻ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വന്ന പോലെ ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് വന്നിട്ടൊന്നും കയറേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് നാഗർകോവിലേക്ക് വന്നാൽ മതി. അതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഐലൻഡ് എക്സ്പ്രസ്സിലും വരണ്ട. ഞങ്ങൾ അതിന് വരാൻ കാരണം വെച്ചാൽ ഇവിടെ വന്ന ശേഷം കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തണമല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എങ്ങനെ വരാം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈകുന്നേരം എന്താ പറയുക, കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ 3:35 നാഗർകോവിലേക്ക് ഒരു പാസഞ്ചർ വിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തിരുവനന്തപുരം കൊല്ലം ജില്ലക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപകാരപ്പെടുക. അപ്പോൾ ആ ഒരു വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 5:15 അത് തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് പുറപ്പെടുക. കൊല്ലത്ത് നിന്ന് വിട്ട ശേഷം അതിനുശേഷം നാഗർകോവിൽ അതൊരു 7:15 7:00 കൂടി എത്തും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാഗർകോവിൽ ഈ ഒരു വണ്ടി കിട്ടും. കാരണം നാഗർകോവിൽ ഏകദേശം ഒരു രാത്രി 8:50 ഈ പറയുന്ന വണ്ടി എത്തുക. ആ ഒരു വണ്ടി തന്നെയാണ് ഏറ്റവും നല്ലത്. ശേഷം ഈ വണ്ടിക്ക് പോയ ശേഷം വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 6 മണിക്ക് ഒരു നാഗർകോവിൽ പാസഞ്ചറും ശേഷം പരശുറാമുണ്ട്. ആ വണ്ടികൾ രണ്ടും നോക്കണ്ട, കാരണം മിക്കവാറും അതിപ്പോൾ എത്തുന്നത് ലേറ്റ് ആയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാം. 6:30 ആയതേ ഉള്ളൂ. വണ്ടി കൊണ്ടുവരേണ്ട ഒരു സമയം ആകാനായിട്ടില്ല. എന്തായാലും നോക്കാം. 7:35 നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ പ്ലാറ്റ്ഫോം നമ്പർ 3 കടന്നു വരികയാണ്. ട്രെയിൻ നമ്പർ 163-67 കന്യാകുമാരി ബനാറസ് കാശി തമിഴ് സംഗമം എക്സ്പ്രസ്. നമ്മൾ വിവേക് എക്സ്പ്രസ്സിൽ കണ്ട അതേ തിരക്ക് തന്നെ ഇതിനും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് സ്ലീപ്പർ ആണെന്നാ തോന്നുന്നത്. ഞങ്ങളിതിൻ്റെ കോച്ച് പൊസിഷനൊന്നും നോക്കിയില്ല സ്റ്റേഷനിലത്തെ. ചാക്കും കട്ടൊക്കെ എടുത്ത് ഒരുപാട് പേര് ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ഇതേ ലോക്കോ തന്നെയാണ് നമുക്ക് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇവിടുന്ന് റിട്ടേൺ വരും. ഈ ട്രെയിനിൻ്റെ കോച്ചുകളുടെ കണക്ക് പറയുകയാണെങ്കിൽ 4 അൺറിസേർവ്ഡ് കോച്ചാണ് ആകെ ഉള്ളത്. 2 മുന്നിലും 2 പുറകിലും. 6 സ്ലീപ്പർ ക്ലാസ്, 3 തേർഡ് AC എക്കണോമി, 3 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC. ഞങ്ങളിന്ന് വാരണാസി വരെ യാത്ര ചെയ്യുന്ന കോച്ച് തേർഡ് ACയിൽ B1. അതപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോണതാ. ഇവിടെ എവിടെയോ ആണത്. ഇത് A2. എന്തായാലും ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ച് ഈ സമയത്ത്. ഇന്ന് നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ് ആണ് വരുന്നത്. നമ്മുടെ B1 കോച്ച് ഇതാണ്. ഇവിടെയും ഇപ്പം മിക്കവാറും ഒരു കുന്തും തള്ളൊക്കെ ഉണ്ടാവും. കാരണം ഈ ഒരു അൺറിസേർവ്ഡിലേക്ക് ആൾക്കാർ ഒരുപാട് പോകുന്നത് കാണാം. ഇതിപ്പം നമ്മൾ നേരത്തെ ആ വിവേകിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെയാണ്. സ്ലീപ്പർ ക്ലാസ്സിലേക്കല്ല ആൾക്കാർ കയറുന്നത്, അൺറിസേർവ്ഡിലേക്ക് തന്നെയാണ്. ഇവരെല്ലാവരും ഉണ്ടല്ലോ നല്ല ശബ്ദത്തിലാണ് കൂവുന്നത്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ B1 ഭാഗത്തേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കാണാൻ വന്നേ ഉള്ളൂ. നമ്മുടെ B1 കോച്ചിലേക്ക് ഇനി നമുക്ക് കയറാം. 2024 നിർമ്മിച്ച കോച്ചാണിത്. നമ്മുടെ ബെർത്ത് ഇവിടെ തന്നെയാണ്. 6ഉം 3ഉം, അതായത് കയറി വരുന്ന ഈ ഭാഗത്തെ 2 അപ്പർ ബെർത്ത്. 51 മണിക്കൂറാണ് ഈ ട്രെയിനിൽ നമുക്ക് ആകെ സഞ്ചരിക്കാനുള്ള സമയം. ഇന്ന് വ്യാഴാഴ്ച രാത്രി പുറപ്പെട്ടാൽ വെള്ളി ശനിയാഴ്ച രാത്രി 11 മണിക്ക് മാത്രമേ ഈ വണ്ടി അവിടെ വാരണാസിയിൽ എത്തുള്ളൂ. ഈ ട്രെയിനിൽ ഞങ്ങൾ 2 മാസം മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 8 മണിക്ക് തന്നെ കറക്റ്റ് ബുക്ക് ചെയ്ത് 8:10 ആകുമ്പോഴേ ഇത് വെയിറ്റ് ലിസ്റ്റ് ആയി. അത് സ്ലീപ്പർ ക്ലാസിന്റെ അവസ്ഥയും സമാനം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ തേർഡ് ACക്ക് വന്ന ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2470 രൂപയാണ് കന്യാകുമാരിയിൽ നിന്ന് വാരണാസി വരെ ഒരാൾക്ക് വരുന്നത്. ഇനി സ്ലീപ്പർ ക്ലാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 985 രൂപയാണ് ഇവിടുന്ന് അവിടം വരെ വരിക. ഞങ്ങൾ സ്ലീപ്പർ എടുക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ വേറൊന്നല്ല, ഒന്നാകാൻ തന്നെ ഭയങ്കര ചൂടാണ്. പിന്നെന്ന് പറഞ്ഞാൽ പോകുന്ന റൂട്ടിലെ താഴെ തിരക്കൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഞങ്ങൾ എന്താ പറയാ AC എടുത്തത്. റയാപുരത്തിന്റെ WP7 ആണ് ലോക്കോമോട്ടീവ്. ബനാറസ് വരെ ഇത് തന്നെയാണ്.
ഇനിയിപ്പോൾ ട്രെയിൻ പുറപ്പെടാൻ ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. അണ്ടർസോഡൊക്കെ ഇപ്പം തന്നെ ഫുള്ളായി. വാരണാസിയിലേക്കുള്ള യാത്ര ഇതാ ഇവിടെ ആരംഭിക്കുകയാണ്. കന്യാകുമാരിയിൽ നിന്നും കറക്റ്റ് 8:30 തന്നെ ട്രെയിൻ എടുത്തു. ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് തന്നെയുള്ളത് നാഗർകോവിൽ ജംഗ്ഷൻ. കന്യാകുമാരിക്കും വാരണാസിക്കും ഇടയിൽ ഈ ട്രെയിനാകെ 34 സ്റ്റോപ്പുകളാണുള്ളത്. അതിൽ 17 സ്റ്റോപ്പുകളും തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് കന്യാകുമാരി രാമേശ്വരം എക്സ്പ്രസ് മാത്രമാണ് രാത്രിക്ക് പുറപ്പെടാനുള്ളത്. അങ്ങനെ കന്യാകുമാരിയോട് വിട പറയുകയാണ്. നമ്മുടെ ഈ കോച്ചിലെ ആ സീറ്റിന്റെ അടിയിൽ ഒരു എലിപ്പെട്ടിയൊക്കെ ഉണ്ട് കേട്ടാ. കാശി തമിഴ് സംഗമ എക്സ്പ്രസ് സദേൺ റെയിൽവേയിൽ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള വണ്ടിയാണ്. ഇതിന്റെ ടോയ്ലറ്റ് ആയാലും വാഷേരിന്റെ ഇവിടെയൊക്കെ ആയാലും നല്ല വൃത്തി തന്നെയാണ്. 8:51 ട്രെയിൻ ഇതാ നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ നിന്നും ഈ ട്രെയിനിൽ വാരണാസിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കയറുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അൺറിസേർവ്ഡിലൊക്കെ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇവിടെ ഇപ്പോൾ സ്റ്റേഷന്റെ നവീകരണം നടക്കുകയാണ്. ഇതാണ് ഇവിടെ ഇങ്ങനെ. ഈ ട്രെയിനിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരശുറാം എക്സ്പ്രസ് എന്തായാലും ട്രൈ ചെയ്യണ്ട. 8:20 അത് ഇവിടെ എത്തേണ്ടത്. ഇന്ന് 1.5 മണിക്കൂറാണ് വണ്ടി ഡിലേ. എന്തായാലും കൊല്ലം നാഗർകോവിൽ പാസഞ്ചർ തന്നെയാണ് ഏറ്റവും നല്ലത്. നാഗർകോവിൽ ജംഗ്ഷനിൽ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ വണ്ടി എടുത്തു. ഇനി അടുത്ത സ്റ്റോപ്പ് തിരുനെൽവേലി ജംഗ്ഷൻ. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇപ്പം നമ്മൾ വന്ന കന്യാകുമാരി ലൈൻ, ഇനിയിപ്പോൾ പോകുന്ന തിരുനെൽവേലി ലൈൻ, മറ്റൊന്നുള്ളത് നേരെ തിരുവനന്തപുരം. സ്റ്റേഷന്റെ കോഡ് NCJ. ഒരുപാട് ട്രെയിനുകൾ പുറപ്പെടുന്ന ഒരു വലിയ സ്റ്റേഷൻ തന്നെയാണ്. ഇത് നാഗർകോവിൽ കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ്. ഞങ്ങളുടെ അപ്പുറപ്പുറത്തിൽ വിരിച്ച് സെറ്റായിട്ടോ. ഇങ്ങനൊരു കവറാണ് കിട്ടിയത്. സദേൺ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷൻ നാഗർകോവിൽ ഡിപ്പോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടവലൊക്കെ ഉണ്ടായിരുന്നു. 2 ഷീറ്റ് ഉണ്ട്, ഒന്ന് പുതക്കാനും ഒന്ന് വിരിക്കാനും. കംപ്ലീറ്റും താഴെയാണ് വിരിച്ചത്. ഒരു പില്ലോ കൂടിയുണ്ട്. തിരുനെൽവേലി എത്തിക്കൊണ്ടിരിക്കുകയാണേ. തിരുച്ചെന്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന ചെന്തൂർ എക്സ്പ്രസ് ആണിത്. ഇനി തിരുനെൽവേലി വരെ ഒരേപോലെ തന്നെയാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ തന്നെ ഒരു ഹൈ ഡിമാൻഡ് ട്രെയിനാണിത്. താമിരബരണി റിവർ. രാത്രിയിൽ 2 ട്രെയിനുകളും ഈ നദി ക്രോസ് ചെയ്യുന്നത് ഒരേപോലെയാണ്. ഈ വണ്ടിക്ക് മറ്റൊരു വലിയൊരു പ്രത്യേകത കൂടിയുണ്ട്. തമിഴ്നാട്ടിൽ മാത്രം ഓടുന്ന ഒരു ലോങ്ങസ്റ്റ് വണ്ടി ഇതാണ്. അതായത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ അകത്ത് മാത്രം ഓടുന്ന ലോങ്ങസ്റ്റ് ട്രെയിൻ. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ടിക്കറ്റ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. 10 മണിയായി. ട്രെയിൻ ഇതാ തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ചെന്തൂർ എക്സ്പ്രസ് ഇതാ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകുന്നത്. ഇവിടെ 10:20 നമ്മുടെ ട്രെയിൻ എത്തേണ്ടത്. നേരത്തെ എത്തി. ഇവിടെ നിന്ന് എന്തായാലും ഒരുപാട് ആൾക്കാർ കയറാനുണ്ടാവും. മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. കൂടുതലും അൺറിസേർവ്ഡിൽ തന്നെയാണ് കയറാനുള്ളത്. തിരുനെൽവേലി ജംഗ്ഷൻ. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് 10:25 മാത്രമേ വണ്ടി എടുക്കുള്ളൂ.
നമ്മുടെ കോച്ചിൽ ഇവിടുന്ന് ഒരുപാട് ആൾക്കാരൊക്കെ കയറാനുണ്ടായിരുന്നു. ഇവിടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതുപോലുള്ള ഐസ്ക്രീം കടകളൊക്കെ ഉണ്ട്. 2 കുൽഫി വാങ്ങിച്ച്. തിരുനെൽവേലി ചെന്നൈ എഗ്മോർ സ്പെഷ്യൽ ട്രെയിനിന്റെ ഒരു കോച്ചാണ്, B6 കോച്ചാണ്. ജനനായകൻ സിനിമേന്റെ ആദ്യത്തെ റിലീസ് ജനുവരി 9-ാം തീയതിയാണ് ഉണ്ടായത്. അതൊക്കെ മാറ്റിയല്ലോ. ഇവിടെ വിജയിന്റെ വലിയൊരു ഫോട്ടോ ഉണ്ട്. കന്യാകുമാരി ബനാറസ് കാശി തമിഴ് സംഗമം എക്സ്പ്രസ് വയ മധുരൈ ദിണ്ടുക്കൽ ജംഗ്ഷൻ തിരുച്ചിറപ്പള്ളി മയിലാടുതുറൈ വിഴുപ്പുറം അരക്കോണം പെരമ്പൂർ പ്ലാറ്റ്ഫോം നമ്പർ 3 पर आ गई है. ഈ ട്രെയിനിന് കടന്നു പോകുന്നത് തമിഴ്നാട്ടിലെ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾ വഴി തന്നെയാണ്. മധുരൈ, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂര്, കുംഭകോണം, ചിദംബരം വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോവുക. അതൊക്കെ ഒരുപാട് ലേറ്റ് ആവും ഇനി എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇന്നിപ്പോ കിടന്നുറങ്ങുവാണ്. ഇനിയിപ്പോ നാളെ രാവിലെ മുതലുള്ള കാഴ്ചകൾ കാണാം. രാവിലെ 6:53 ട്രെയിൻ ഇപ്പോൾ ചിദംബരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 5:50 എത്തേണ്ടത്. 1 മണിക്കൂറാണ് വണ്ടി ഇപ്പോൾ ഡിലേ ആയിട്ടുള്ളത്. അങ്ങനെ ചിദംബരത്തിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ചിദംബരം. ഞങ്ങൾ ഇതുവരെ ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. എന്തായാലും ഒരു ദിവസം ഈ ഭാഗത്തേക്കായിട്ട് വരാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഏതൊരു ട്രെയിൻ വരാൻ തിരക്കാണ്. ഇത് തന്നെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ചിദംബരം 7:23 ട്രെയിൻ ഇപ്പോൾ കടലൂർ പോർട്ട് ജംഗ്ഷനിലെത്തി. ഇവിടെ ട്രെയിന് 1 മിനിറ്റ് ആണ് സ്റ്റോപ്പ് ഉള്ളത്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് വൃദ്ധാചലത്തേക്ക് ഒരു ലൈനൊക്കെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ യാത്രയിലെ ഫുഡ് എങ്ങനെയാന്ന് പറഞ്ഞാല് ഞങ്ങൾ കൂടുതലായിട്ട് ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ പാൻട്രി കോച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഓൺലൈൻ വഴിയും നമുക്ക് ഫുഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. അന്നേരം മാത്രം പാൻട്രിയിലത്തെ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. രാവിലത്തെ ഇന്നത്തെ ഭക്ഷണം ഞങ്ങൾ മിക്കവാറും അടുത്ത ഷോപ്പ് വരുന്നത് വിഴുപുരത്താണ്. രാവിലെ എന്തെങ്കിലും വാങ്ങാമല്ലോ. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നലെ കന്യാകുമാരി ബീച്ചിന്റെ ഭാഗത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് രാത്രിക്കാലത്തെ ഫുഡ് കഴിച്ചത്. അതായത് ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചത്. ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് കഴിച്ച് ഒരു പകുതി ആക്കിയിരിക്കുന്ന സമയത്താണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അത് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയത്തിന് അത് കഴിച്ചു തീർന്നു കേട്ടോ. ഇനിയിപ്പം ഇവിടുന്ന് ഓൾറെഡി വണ്ടി എടുത്തു. ചോളൻ എക്സ്പ്രസ് ഒക്കെ പോകുന്ന അതേ റൂട്ട് വഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. ചോളനാട് വഴി. ഇവിടെ ഒരു ട്രെയിനൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് വിഴുപ്പുറം തന്നെയാണ്. ട്രെയിൻ ഇപ്പോൾ വിഴുപ്പുറത്തേക്ക് എത്തുകയാണ്. വൃദ്ധാചലം തിരുച്ചിറപ്പള്ളി ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണിത്. ഇവിടെ നിർത്തിയ സമയത്ത് ഒരു ട്രെയിൻ വരുന്നത് കാണുന്നു. ചെന്നൈ മധുരൈ തേജസ്. സൗത്ത് ഇന്ത്യയിലെ ഒരേ ഒരു തേജസ് എക്സ്പ്രസ് ആണിത്. ഈ തേജസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. അങ്ങ് വളഞ്ഞ് വൃദ്ധാചലം ഭാഗത്തേക്ക് പോവുകയാണ്. ട്രെയിൻ ഇതാ വിഴുപ്പുറം ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 8:10 എത്തേണ്ടത്. നേരത്തെ എത്തി. അതായത് 1 മണിക്കൂറിന് മുകളിലാണ് ഡിലേറ്റ് ഉണ്ടായത്. കഴിഞ്ഞ സ്റ്റേഷൻ ഇവിടത്തേക്ക് 46 കിലോമീറ്ററാണ് ദൂരം ഉണ്ടായത്. ഈ ട്രെയിന് ഇട്ട സമയം 2 മണിക്കൂറാണ്. സ്ലാക്ക് ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡിലേ ഒക്കെ ക്ലിയറായി. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഞങ്ങൾ പ്ലാറ്റ്ഫോം തന്നെ മസാല ദോശ വാങ്ങിച്ച് ഒരെണ്ണത്തിന് 50 രൂപയാണായത്. പിന്നെ ഇവിടെ ട്രെയിന് 5 മിനിറ്റ് ഉണ്ട് സ്റ്റോപ്പ്. ഇവിടെ നേരത്തെ എത്തുകൊണ്ട് ഒരുപാട് സമയം ഇവിടെ കിടക്കും. VM എന്നാണ് സ്റ്റേഷന്റെ കോഡ്. ഇത് മസാല ദോശ അല്ല കേട്ടോ. ആ പുറത്ത് സ്റ്റിക്കറിൽ മാത്രമേ മസാല ദോശ എന്നുള്ളൂ. ഇത് പ്ലെയിൻ ദോശയാണ്. പിന്നെ ഇതിന്റെ കൂടെ തന്നെ സാമ്പാറും ചട്നിയും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മസാല ദോശ എന്നാണ് അതിന്റെ പുറത്തുണ്ടാവുക. അത് പ്ലെയിൻ ദോശയായിരിക്കും. ഈ ട്രെയിനിന്റെ അകത്ത് പാൻട്രി കോച്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. രാവിലെ ഉപ്മാവും അതുപോലെ തന്നെ പൊങ്കലൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെന്തായാലും സ്റ്റേഷൻ, അതായത് ഈ വിഴുപ്പുറത്ത് തന്നെ എത്തി വാങ്ങിക്കാമെന്ന് കരുതിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയല്ല, സാമ്പാറും ബാജിക്കറിയാണ് കേട്ടോ.
ചെന്നൈ എഗ്മോർ തിരുച്ചിറപ്പള്ളി ചോഴൻ എക്സ്പ്രസ്. ട്രെയിൻ ഇപ്പോൾ ചെങ്കൽപ്പട്ടു ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 10:10-നാണ് എത്തേണ്ടത്. 9:45 എത്തി. ഇവിടെ 10:10 എത്തി. 10:20-നാണ് വണ്ടി എടുക്കുക. 10 മിനിറ്റ് ആണ് ഇവിടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. മഹാബലിപുരത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് വന്നിറങ്ങേണ്ടത്. ഇവിടുന്ന് 27 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇനിയിപ്പം കാഞ്ചീപുരം വഴിയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ആ ഭാഗത്തേക്ക് നമ്മൾ അധികം പോയിട്ടില്ല എന്ന് പറയാം. ഇനി കേരളത്തിൽ നിന്ന്, അതായത് വാരണാസിയിലേക്ക് ട്രെയിനിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോന്റെ തുടക്ക ഭാഗത്ത് തന്നെ പറഞ്ഞില്ലേ, കേരളത്തിൽ നിന്ന് നേരിട്ട് ഒരൊറ്റ ട്രെയിൻ മാത്രമാണ് സർവീസ് ഉള്ളതെന്ന്. അതായത് എറണാകുളം പട്ന സൂപ്പർ ഫാസ്റ്റ്. ആ ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ പണിക്ക് വരുന്ന ഒരുപാട് തൊഴിലാളികളൊക്കെയാണ് ആ ട്രെയിനിൽ കൂടുതലായിട്ടും സ്ലീപ്പർ ക്ലാസ്സിൽ വരിക. അതുകൊണ്ട് നിങ്ങൾ വാരണാസിയിലേക്ക് ആ ട്രെയിനിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്ലീപ്പർ ക്ലാസ് എടുക്കാതെ നിൽക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ 2 വർഷം മുന്നെയാണ് ആ ട്രെയിനിൽ പോയത്, 2024 സമയത്ത്. ആ ഒരു സമയത്ത് 4 മാസം മുന്നേ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഞങ്ങൾ ഏകദേശം ഒരു 3.5 മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് തേർഡ് എസിൽ യാത്ര ചെയ്തത്. അപ്പം 22,699 ട്രെയിനിന്റെ നമ്പറൊക്കെ വരുന്നത്. അപ്പം അതില് സ്ലീപ്പർ ക്ലാസിന്റെ കാഴ്ചകളൊക്കെ ഞങ്ങൾ നല്ല രീതിയിൽ കാഴ്ച, ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. നമ്മുടെ ആ വീടിന്റെ ഒന്നാമത്തെ തമ്പനയിലും അത് തന്നെയാണ് ഉണ്ടായത്. അപ്പം ആ ഒരു വണ്ടി മാത്രമേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. ഒരു ശനിയാഴ്ച രാത്രി 11:55 പുറത്തുക, ചൊവ്വാഴ്ച ഒരു പുലർച്ചെ 1 മണിയോട് കൂടിയാണ് വാരണാസി എത്തുക. അപ്പം ആ വണ്ടിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി ഏത് വണ്ടിക്ക് പോകാന്ന് പറഞ്ഞാൽ ഒരു ഓപ്ഷൻ ഈ ഒരു വണ്ടി തന്നെയാണ്. കൊല്ലം തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്ക് നാഗർകോവിൽ വന്ന് കയറാം. അതുപോലെ തന്നെ നമ്മുടെ മലബാർ ഭാഗത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ എന്താ പറയാ, നമ്മുടെ വൈകുന്നേരം മംഗലാപുരം സെന്ററിൽ നിന്ന് 4:55 ഒരു വണ്ടി പുറപ്പെടുന്നില്ലേ ചെന്നൈയിലേക്ക്, ആ വണ്ടിക്ക് കയറിയിട്ട് പെരമ്പൂര് വന്ന് ഇറങ്ങി കഴിഞ്ഞാലുണ്ടെങ്കിൽ ഈ വണ്ടി പോകുന്നത് പെരുമ്പൂരാണ്. ഉച്ചക്ക് ഒരു 12:30 ആകുമ്പോൾ അവിടെ എത്തും. അപ്പോൾ ഈ ഒരു വണ്ടിയും അവിടെ നമുക്ക് വാരണാസിയിലേക്ക് ഉപകാരപ്പെടും. പിന്നെയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ MGR ചെന്നൈ സെന്ററിൽ നിന്ന് തിങ്കളാഴ്ചയും ശനിയാഴ്ചയും ഒരു വീക്കിലി വണ്ടി, ബൈ വീക്കിലി വണ്ടി പുറപ്പെടുന്നുണ്ട്. അതായത് ബീഹാറിലത്തെ ചപ്രയിലേക്ക് പോകുന്ന ഗംഗാ കാവേരി. അപ്പോൾ ആ വണ്ടി ഇതേപോലെ തന്നെ തേർഡ് എസിൽ ബുക്ക് ചെയ്ത് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ് വാരണാസിയിലേക്ക്. അപ്പോൾ അതിന് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു വെസ്റ്റ് കോസ്റ്റിന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു കണക്ഷൻ തന്നെയാണ്. പിന്നെയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ കർണാടകയിലെ മൈസൂരിൽ നിന്നാണ്. അത് പറഞ്ഞാൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 8 മണിക്ക് വാരണാസിയിലേക്ക് പോകുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയാണ്. അതും അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ അതിൽ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 4 വണ്ടികളാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വാരണാസിക്ക് പോകാൻ പറ്റിയ വണ്ടികൾ എന്ന് പറഞ്ഞാൽ. ഇതിനൊന്നും ടിക്കറ്റ് ഇട്ടില്ലെങ്കിൽ പിന്നെ നേരെ മുംബൈ പോയിട്ട് പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജബൽപൂർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോവുക, അല്ലെങ്കിൽ ഡൽഹി പോവുക. ഡൽഹി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വളഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രെയിനിൽ നേരെ വാരണാസി പോകാൻ വേണ്ടി പറ്റുക. ഈ ജബൽപൂരിന്റെ കാര്യം പറയുമ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ജബൽപൂരിലേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടല്ലോ, അതിന്റെ സ്ലീപ്പർ ക്ലാസ്സിൽ നിങ്ങൾക്ക് പോവാം. ജബൽപൂരിൽ നിന്ന് വളരെ അടുത്താണ് ഈ ഒരു വാരണാസി. അപ്പൊ അതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഇവിടെയും ഇപ്പൊ തന്നെ നല്ല വെയിൽ വന്ന് നോക്കാൻ പറ്റത്തില്ല അല്ലേ. 10:20 ചെങ്കൽപ്പട്ടുന്ന് അങ്ങനെ ട്രെയിൻ എടുത്തു. കാഞ്ചീപുരത്ത് നിന്ന് ചെന്നൈ ബീച്ചിലേക്കുള്ള മെമു ട്രെയിനാണത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് കാഞ്ചീപുരം. കാഞ്ചീപുരം അറക്കോണം ലൈനിലേക്ക് നമ്മൾ കയറി. ഇതാണ് നേരെ ചെന്നൈ ഭാഗത്തേക്ക് പോകുന്ന ലൈൻ. ഇവിടെ ഒരു ചെറിയൊരു വളവൊക്കെ ഉണ്ട്. ഈ ഒരു ചെറിയ വളവ് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ലേക്കൊക്കെ കാണാം. ഇവിടെ ഇപ്പോൾ ഗ്രീൻ സീരിയലാണ്, അതായത് ആ ഒരു മെമോ ഇതിലൂടെ പോകും. ഇത് കാഞ്ചീപുരം ഈസ്റ്റ് സ്റ്റേഷനാണ്. WG9 10:55 ട്രെയിൻ ഇതാ കാഞ്ചീപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എന്നൊക്കെ ആൾക്കാരുണ്ട് കയറാൻ. ഈ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. കാഞ്ചീപുരത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് വരുന്നത്. ചെറിയൊരു വളവിലാണ് സ്റ്റേഷൻ ഉള്ളത്. പിന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ഇതാ ഓടിപ്പോകുന്നതൊക്കെ കാണാം. പിന്നെ സ്റ്റേഷൻ ഈ ഒരു ഭാഗത്തെ കാഴ്ച ഇങ്ങനെയാണ്. ഇവിടെയും വണ്ടി നേരത്തെ തന്നെയാണല്ലോ എത്തിയതല്ലേ? എല്ലായിടത്തും ബിഫോർ ടൈം തന്നെയാണ്. അതുപോലെ തന്നെ കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്ഷേത്രങ്ങളുള്ള സ്ഥലം കൂടിയാണ്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു ഓട്ടോ ചേട്ടൻ വന്നിട്ട്
നിങ്ങൾ ഇവിടെ ഇറങ്ങുന്നത് വിചാരിച്ചിട്ടാണ് പുള്ളി ചോദിച്ചത്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകാൻ ഓട്ടോ വേണമെന്ന് ചോദിച്ചു വന്നു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന ബനാറസ് എന്ന് പറഞ്ഞാൽ സാരി, അതായത് പട്ട് സാരി ആയിട്ട് ഫേമസ് ആയ സ്ഥലമാണ് ബനാറസ് സാരി എന്ന്. അതുപോലെ തന്നെ കാഞ്ചീപുരം പട്ട് സാരിയിൽ ഫേമസ് ആയ ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ കാഞ്ചീപുരത്ത് നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇനി അടുത്തത് അറക്കോണം. എന്തായാലും ഈ യാത്രയ്ക്ക് പോയി വന്നതിന് ശേഷം ഇങ്ങോട്ടേക്ക് ഒരു പ്ലാൻ എന്തായാലും ചെയ്യാം. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. നമ്മുടെ ഈ അപ്പുറപ്പുറത്തിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പുതക്കാതെ ഒന്നും കിടക്കാനേ പറ്റില്ല കേട്ടോ. നല്ല കൂളിംഗ് ആണ്. ഇവർ ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചർ തന്നെയാണോ കീപ്പ് ചെയ്യുന്നതെന്ന് അറിയില്ല. പിന്നെ ഇവിടെ ഡോറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. ഇന്ത്യൻ റെയിൽവേ വെൽക്കംസ് യു. 11:30 ട്രെയിൻ ഇപ്പോൾ അറക്കോണം ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 11:38 എത്തേണ്ടത്. ഇവിടെയും നേരത്തെ എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ അങ്ങ് അവിടെ ഒരു ലോക്കൽ ട്രെയിനൊക്കെ കാണാം. ഈ ചൂടത്തും ഇവരിങ്ങനെ ഈ ഒരു ട്രാക്ക് വഴി നടക്കണ്ടേ, എത്ര ബുദ്ധിമുട്ടാണെന്ന് അറിയോ ഈ ഒരു ജോലി. പിന്നെ ഇവിടേക്ക് ഒരു WP4 കാണാം. ഇവിടെ 2 ഉണ്ട്. പിന്നെ അങ്ങ് അവിടെ ഒരു WG9. ഇന്ന് യാത്ര ചെയ്യുന്ന കാശി തമിഴ് സംഗമം എക്സ്പ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ പേര് തന്നെ ആദ്യം പറയാം. മലയാളത്തിലും തമിഴിലൊക്കെ നമ്മൾ പറയുമ്പം സംഗമം എന്ന് തന്നെയാണ് പറയുക. ഇനിയിപ്പോൾ ഹിന്ദിയിൽ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോഴാണ് സംഗം എന്ന് പറയുക. ഈ ട്രെയിനിന്റെ പ്രൈമറി മെയിൻ്റനൻസ് ഒക്കെ വരുന്നത് നാഗർകോവിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിന്റെ ഒരു ഹിസ്റ്ററി പറയാം. അതിനു മുന്നേ തന്നെ ഈ കാശി തമിഴ് സംഗമം എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അതായത് ഈ വാരണാസിക്കും തമിഴ്നാടിനും ഇടയിൽ ഒരു പഴയ ബന്ധം ഉണ്ടായിരുന്നു. ആ ഒരു ബന്ധം കണ്ടെത്തുന്നതിന് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് 1 മാസം നീണ്ടു കിടക്കുന്ന ഒരു വാർഷിക പരിപാടി കൊണ്ടുവരികയുണ്ടായി. അതായത് 2022 നവംബർ 17 അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് നിർവഹിച്ചത്. അതാണ് ഈ പറഞ്ഞത് കാശി തമിഴ് സംഗമം എന്ന്. ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ട്രെയിൻ ഓടിത്തുടങ്ങിയത്. അതായത് 2 ദിവസത്തിന് ശേഷം 2022 നവംബർ 19 തന്നെയാണ് പ്രധാനമന്ത്രി അത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അന്ന് സമയത്ത് ഈ വണ്ടി എന്താ പറയുക ഒരു സ്പെഷ്യൽ സർവീസ് ആയിട്ടാണ് ഓടി തുടങ്ങിയിട്ടുണ്ടായത്. എന്താ പറയുക ഈ തമിഴ്നാട്ടിൽ നിന്ന് വാരണാസിലേക്ക് വരുന്ന തീർത്ഥാടകർക്കും അതുപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്കും വേണ്ടിയിട്ടാണ് ട്രെയിൻ ഓടി തുടങ്ങിയത്. പിന്നീട് 2024 ജനുവരി 14 ഈ ട്രെയിനൊക്കെ എന്താ പറയുക റെഗുലറായിട്ട് ഓടാൻ തുടങ്ങിയത്. 11:41 അപ്പോൾ ഇവിടുന്ന് ഇതാ ട്രെയിൻ എടുത്തു. ഇത് ബീഹാറിലെ പട്നയിലെ ദാനാപൂരിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുന്ന സംഘമിത്ര എക്സ്പ്രസ്. ഇതൊരു 1.5 വണ്ടിയാണ്. ഞങ്ങളിതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക്. ട്രെയിനിലൂടെ പൈനാപ്പിളും മാങ്ങയൊക്കെ പോകുന്നുണ്ടായിരുന്നേ. ഞങ്ങളിത് 2 പാക്കറ്റ് വാങ്ങിച്ച്. ഇതിന് 2 കൂടി 70 രൂപയതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എരിവൊക്കെ ഇട്ട് തരും. ഞങ്ങളത് വേണ്ടാന്ന് പറഞ്ഞേ. ഒരു ഓവർടേക്കിംഗ് ആണ്. ചെന്നൈ ലോക്കൽ ട്രെയിനും എക്സ്പ്രസ്സും. ഇതിപ്പോൾ സ്ലോ ആയി കാരണം അടുത്ത സ്റ്റേഷൻ എത്തി. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. അണ്ണന്നോ വേറെ ഒന്നുകൂടെ ഉണ്ട് ഇതിലൂടെ പോകുന്നത്. പന്ത്രണ്ട് 30 അങ്ങനെ ചെന്നൈയിലേക്ക് ഇതാ ട്രെയിൻ എത്തി. പെരാമ്പൂർ. ചെന്നൈയിലേക്ക് പോകേണ്ടവർക്കും ഇപ്പൊ ചെന്നൈയിൽ നിന്ന് കയറാനുള്ളവർക്കും പറ്റിയ ഒരു സ്റ്റേഷനാണിത്. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. Train number 1637 from Kanyakumari to Banaras, Kashi Tamil Sangam Express. സ്ലീപ്പർ ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടുന്ന് കയറാൻ. എന്തായാലും ഞങ്ങളിതിൻ്റെ സ്ലീപ്പർ ക്ലാസ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് നല്ലത് AC തന്നെ എടുക്കുന്നതാണ്.
ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കയറാനുണ്ട്. ഇതുണ്ടോ, വലിയ ചാക്കും കെട്ടൊക്കെ എടുത്തിട്ടാണ് ഓരോ ആൾക്കാരും വരുന്നത്. ശരിക്കും സ്ലീപ്പർ ക്ലാസ്സിൽ ടിക്കറ്റ് എടുക്കാത്തത് ഒരു കണക്കിന് ഉപകാരമായി. നല്ല തിരക്ക് തന്നെയാണ് ഉണ്ടായത്. കാരണം അതൊക്കെ റിഗ്രറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ കൂട്ടത്തോടെ എന്തായാലും അതിൽ കയറുന്നുണ്ട്. ആ ഒരു കാഴ്ച തന്നെയാണല്ലോ നമ്മൾ കണ്ടത്. പിന്നെ ഈ ട്രെയിനിൽ പാൻട്രീൻ്റെ കാര്യം ഞങ്ങൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഇതുവരെ ഒന്നും ഞങ്ങൾ അതിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഓൺലൈൻ വഴി ഫുഡ് നോക്കിയ സമയത്ത് ഈ പെരമ്പൂരിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് സ്റ്റേഷനിൽ നോക്കി, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത സ്റ്റേഷൻ നെല്ലൂരിലാണുള്ളത്. അവിടെ എത്തുമ്പോൾ 4 മണി ആവുമല്ലോ. എന്തായാലും നല്ല ലേറ്റ് ആവും. ഇനിയിപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് നോക്കട്ടെ, അത് നോക്കി വാങ്ങിക്കാമല്ലോ നവി. അതെ അതെ. BSR പാടി എന്നൊരു ചെറിയൊരു സ്റ്റേഷൻ കഴിഞ്ഞേ, അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് MGR ചെന്നൈ സെൻട്രലിൻ്റെ ഭാഗത്തേക്കുള്ള ലൈൻ പോകുന്നത്. ഇത് നേരെ ചെന്നൈ സെൻട്രൽ. അങ്ങനെ ആന്ധ്രാപ്രദേശിലേക്ക് എത്തി. ഗുഡൂർ ജംഗ്ഷൻ. ഇവിടെ നിലവിൽ ട്രെയിൻ സ്റ്റോപ്പില്ല, പക്ഷേ നിർത്താനുള്ളൊരു സാധ്യത കാണുന്നു. ക്രൂ ചേഞ്ചിന് വേണ്ടി മിക്കപ്പോഴും പല സ്റ്റോപ്പില്ലാത്ത ട്രെയിനുകൾ നിർത്താറുണ്ട് ഇവിടെ. ഇതും അങ്ങനെ നിർത്തുമോ നോക്കാം. കണ്ടിട്ട് നിർത്തും തന്നെയാ തോന്നുന്നത്. സ്ലോ ആയി നിർത്തി. ഇത് ഹൈദരാബാദിലേക്ക് പോകുന്ന വണ്ടിയാ. ജസ്റ്റ് ഒന്ന് നിർത്തി. ഇതാ അപ്പൊ തന്നെ വണ്ടി എടുക്കുകയും ചെയ്തു. ഒരു 5 സെക്കൻഡ് അങ്ങനെ പറയാം. അങ്ങനെ നെല്ലൂരിലേക്ക് എത്തി. നെല്ലൂർ സിറ്റിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇവിടെ. കന്യാകുമാരിയിൽ നിന്നും 1056 കിലോമീറ്റർ യാത്ര ചെയ്താണ് നമ്മളിപ്പോൾ ഇതാ ഇവിടത്തേക്ക് എത്തുന്നത്. 3:45. ഇവിടെയും നേരത്തെ തന്നെയാണ് വണ്ടി എത്തിയത്. ഒരുപാട് സമയമുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഇനിയിപ്പം അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന വീഡിയോ വാരണാസി വരെയുള്ള കാഴ്ചകളാണ്. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് വേറെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ചില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ വാരണാസി വരെയുള്ള കാഴ്ചകളൊക്കെ ആയി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ ബൈ.